99, 98, 97, 96. ഇത് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണല്ലേ? ഓക്കെ, മീഡിയ മതിങ്കിൽ ഇന്ന് വേറൊരു സിനിമ റിവ്യൂ അല്ല. ആക്ച്വലി റിവ്യൂ ചെയ്യാറില്ല കേട്ടോ. സാധാരണ ഒരു സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയുന്ന അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആളുകൾ അവർ കൂടി കാണാൻ വേണ്ടി ഉള്ളൊരു വീഡിയോ ആണ് ചെയ്യാറുള്ളത്. ഇത്തവണ കുറച്ചുകൂടി എങ്ങനെ ആസ്വദിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കുന്നൊരു ചെറിയ ഫിലിം അപ്രിസിയേഷൻ പോലൊരു വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ആലോചനയിലാണ്. ചെറിയൊരു തുടക്കമാണ്. നന്നാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, മോശമാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക, എന്ത് തിരുത്തണം എന്നുള്ളത് പറയുക. ഇപ്പോൾ ഐ നോബഡിയെ കുറിച്ചാണ് നിസാം ബഷീറിൻ്റെ പുതിയ പടം. ഒരു സിനിമയെക്കുറിച്ച് നമ്മുടെ ഒപ്പീനിയനെ പലപ്പോഴും തീരുമാനിക്കുന്നത് ആ സിനിമയല്ല, മറിച്ച് തിയേറ്ററിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പ്രതീക്ഷകളാണ്, അല്ലേ? പൃഥ്വിരാജ് അഭിനയിക്കുന്ന ഒരു ത്രില്ലർ പടം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലരും പ്രതീക്ഷിക്കുന്നത് വലിയൊരു കൊമേഴ്സ്യൽ മാസ് ത്രില്ലറാണ്. നിസാം ബഷീർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു തരം സിനിമയാണ്. കണ്ട് ശീലിച്ച രീതിയിലുള്ള വലിയ ബഹളങ്ങളോ അനാവശ്യമായിട്ടുള്ള മാസ് മൊമെൻറ്റ്സോ പ്രേക്ഷകരുടെ കയ്യടി വാങ്ങാൻ മാത്രം എഴുതി വെച്ച സ്ഥിരം ഫോർമുല സീനുകളോ ആ രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. പക്ക ഒരു സൈക്കോളജിക്കൽ ടെൻഷനിലൂടെയും വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലൂടെയും വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിലൂടെയും കഥ പറയുന്ന ഒരു പ്യുവർ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് അതിൻ്റെ ഫസ്റ്റ് ഹാഫാണ്. ആക്ച്വലി ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ആബ്സല്യൂട്ട് സിനിമ എന്ന് വിളിക്കാൻ പറ്റുന്നൊരു മേക്കിംഗ് ആണ്. ആകെ ഈ സിനിമയിലെ എനിക്ക് വിയോജിപ്പ് തോന്നിയിട്ടുള്ളത് ഫൈറ്റ് സീക്വൻസിൻ്റെ ഒരു ഡ്യൂറേഷനാണ്. കുറച്ച് ലെങ്തി ആയിപ്പോയോ ചിലതൊക്കെ എന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നു. ആദ്യ പകുതി തരുന്ന വലിയ പ്രതീക്ഷകളെ രണ്ടാം പകുതി പൂർണ്ണമായി ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ഒരു സിനിമ നമുക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. എസ്പെഷ്യലി ദ ക്ലൈമാക്സ് പാർട്ട്. ക്ലൈമാക്സ് മോശമായെന്നല്ല കേട്ടോ, ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലർക്ക് ഫസ്റ്റ് ഹാഫ് ഉണ്ടാക്കിയ വലിയ ഹൈപ്പിലേക്ക് രണ്ടാം പകുതി എത്തിയിട്ടില്ല എന്നുള്ള അഭിപ്രായങ്ങൾ കണ്ടിരുന്നു. ക്ലൈമാക്സിൽ നമ്മൾ ആദ്യം വിചാരിച്ച ഹുക്കിൽ നിന്ന് മാറി ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴൊക്കെയാണെന്ന് തോന്നുന്നു ആ ഒരു അകൽച്ച വന്നിട്ടുള്ളത്. എപ്പോഴാണോ ഒരു സ്ക്രീനിലൊരു നടനെ നമ്മൾ മറന്ന് അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് മാത്രം കാണാൻ തുടങ്ങുന്നത്, അവിടെയാണല്ലോ നമുക്ക് യഥാർത്ഥ അഭിനയം എന്ന് പറയാൻ, അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പൃഥ്വിരാജ് ഒരു വമ്പൻ സ്റ്റാറിനെ അല്ല, രാജീവൻ എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു സർക്കാർ ജീവനക്കാരനെയാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അത് പൃഥ്വിയുടെ പഴയ ഡ്രമാറ്റിക് ബോഡി ലാംഗ്വേജോ മസിൽ ഫ്ലെക്സിങ് പ്രസൻസോ ഒന്നുമില്ല. ശരീരം കൊണ്ടും കോസ്റ്റ്യൂം കൊണ്ടും നോട്ടം കൊണ്ടും രാജീവ് എന്നുള്ള കഥാപാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇൻഫാക്റ്റ് ഒരു വണ്ടർഫുൾ പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ രാജീവനായിട്ട് പൃഥ്വിരാജ് ചെയ്തിട്ടുള്ളത്. പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ സന്തോഷം തരുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇതിൽ അശോകൻ ചേട്ടൻ വളരെ സട്ടിലായിട്ടുള്ള പ്രകടനമാണ്. പൊതുവേ ഇദ്ദേഹത്തിൻ്റെ ഈ കാലത്ത് വരുന്ന സിനിമകളും ടെലിസീരീസൊക്കെ അങ്ങനെയാണല്ലോ. കൃത്യം ഒരു 21 വർഷം മുൻപ് പൃഥ്വിരാജും അശോകൻ ചേട്ടനും ഒരു മേജർ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ എനിക്ക് ഭാഗ്യമായിട്ടുണ്ടായിട്ടുണ്ട്. നീണ്ട 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ 2 മികച്ച നടന്മാരും അവരുടെ അഭിനയ യാത്രയിൽ എത്ര രസമായിട്ട് വളർന്നിട്ടുണ്ട് എന്നുള്ളത് സ്ക്രീനിൽ ഒന്നിച്ച് നമുക്ക് കാണുമ്പോൾ എന്നെപ്പോലെ സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് തരുന്ന ഒരു ഫീല് ചെറുതല്ല. ആ ഒരു ഗ്രോത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സിനിമയിൽ സപ്പോർട്ടിംഗ് കാസ്റ്റിന് നമ്മൾ പ്രത്യേകം പറയണം. ശങ്കർ രാമകൃഷ്ണൻ പുള്ളി റോൾ ഭയങ്കര മെമ്മറബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തികച്ചും വേറിട്ടൊരു മേക്ക് ഓവറിലാണ് മധുബാല വരുന്നത്. അദ്ദേഹത്തിന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മേക്ക് ഓവറാണ്. ട്രെയിലറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വിശിഷ്ട ഡയലോഗും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസിലല്ല കാണിക്കണേ. വല്ലാത്തൊരു സ്നേഹം തോന്നുന്ന ഒരു കഥാപാത്രമാണ്. എങ്കിലും പക്ഷേ സിനിമയിൽ ചില സാഹചര്യങ്ങളിൽ ചില വ്യവസ്ഥിതികൾ കാരണം സംഭവിക്കുന്നത്, അപ്പോൾ ആ ക്യാരക്ടറിനോട് നമുക്കൊരു വിഷമം തോന്നും. അത് ടുവേർഡ്സ് എ ക്ലൈമാക്സ് ഇഷ്ടക്കൂടുതലാണ്, ഒരു ഹീറോയിസം എന്നുള്ള രീതിയിലല്ല. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു അവസ്ഥ അതാണല്ലോ. എത്ര നന്നായി പെർഫോം ചെയ്താലും ചില നല്ല മനുഷ്യരെ നമ്മൾ ഈ വ്യവസ്ഥിതി ഒരു ലൂസറായിട്ട് ആ ഒരു ലൂസർ ഇമേജിലേക്ക് തള്ളിവിടാറുണ്ട്. അത് അത്രയും മനോഹരമായിട്ട് അദ്ദേഹം സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ചില ആക്ടേഴ്സിൻ്റെ ലൈക്ക് ഹക്കീം ഷാ, നിഷാന്ത് സാഗറൊക്കെ ഇവരുടെയൊക്കെ ബെറ്റർ പെർഫോമൻസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ, അതും പറയണമല്ലോ. പക്ഷേ അതേസമയം മനോജ് കെ യു, ജിജോയ്, പിന്നെ വാർത്താ അവതാരകനായിട്ടുള്ള ഹാഷ്മി, ഇവരൊക്കെ ചെറിയ റോളിലാണെങ്കിലും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട്, അത് സിനിമയുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ വളരെ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു സെറ്റയറൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ പാർവതി തുടക്കത്തിൽ ചില രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നത് ഇപ്പോൾ ഇവർ എങ്ങനെ ചെയ്യാൻ പോകുന്നത്, കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലെയൊക്കെ എന്നുള്ള രീതിയിൽ. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ലാസ്റ്റ് സീനൊക്കെ വരുമ്പോൾ ആ ലാസ്റ്റ് സീനുകളിൽ വരണം അത് മാത്രം മതി പാർവതി എന്നുള്ള നടിയുടെ ഒരു സാന്നിധ്യം. അത് എത്രമാത്രം ഈ സിനിമയിൽ ആ ഒരു അനിവാര്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അതുപോലെ സിനിമയിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ആ കൊച്ചുകുട്ടി സ്ക്രീനിൽ വല്ലാത്ത ഒരു ക്യൂട്ട്നെസ്സും ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ തരുന്നുണ്ട്. ആക്ച്വലി ഒരു ഹ്യൂമർ രംഗങ്ങളൊക്കെ ഉണ്ട് ആ കുട്ടിയുടെ. ഒരുപക്ഷെ സിനിമയുടെ ഒരു ഇമോഷണൽ ടെക്സ്ചറിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ സിനിമ
ടോപ്പ് നോട്ട്സ് എന്ന് പറയാം. ആക്ഷൻ കൊറിയോഗ്രാഫി എടുത്തു പറയണം. ലിഫ്റ്റ് സീക്വൻസ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടുണ്ടല്ലോ. ലിഫ്റ്റ് സീക്വൻസ് ആണെങ്കിലും ബസ്സിനകത്ത് നടക്കുന്ന ഫൈറ്റ് ആണെങ്കിലും നമ്മൾ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ. സിനിമയിൽ ചില രാഷ്ട്രീയ പരാമർശങ്ങൾ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ നിലപാടുകളിൽ ചില പ്രശ്നങ്ങളുണ്ട്. സിനിമയുടെ ഈ പ്രമേയത്തിൻ്റെ കാതലായിട്ടുള്ള ഒരു കാര്യത്തിലൊരു ജെനുവിനിറ്റി പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയെ എന്നിലേക്ക് അടുപ്പിക്കുന്നത് അതിൻ്റെ ആത്മാർത്ഥതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ആത്മാർത്ഥ സിനിമ എന്നുള്ള ജീവിതത്തിൽ അത് തന്നെയാണ്. ഈ സിനിമയിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ആ ഒരു ആത്മാർത്ഥത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എഴുത്തുകാരനായിക്കോട്ടെ, സംവിധായകൻ, നിർമ്മാതാക്കളായിക്കോട്ടെ, അഭിനേതാക്കൾ, ടെക്നീഷ്യന്മാർ, ഇവരെല്ലാം ആ ഒരു കൺവിക്ഷൻ അതിൽ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഐ നോബഡിയിൽ എനിക്കത് കൃത്യമായിട്ട് അനുഭവപ്പെട്ടു. സാധാരണക്കാരായ മനുഷ്യരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും അവരുടെ ഉള്ളിലെ ആ കരുത്തിനെ കുറിച്ചും സംസാരിക്കാൻ ഈ സിനിമ ശ്രമിക്കുന്നുണ്ട്. അത് വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഐ നോബഡി തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യണം. മലയാള സിനിമയിൽ ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ആ ഒരു മേക്കിംഗ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് അർഹിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. സിനിമ കണ്ടിറങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതൊന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കൂ. അവിടെയാണ് നമുക്ക് ശരിക്കൊരു ആസ്വാദനം തുടങ്ങുന്നതെന്ന് പറയാം. അപ്പോൾ അടുത്തൊരു ഫിലിം അപ്രിസിയേഷനുമായിട്ട് വരാം, കാണാം. താങ്ക് യു.